എൻ്റെ ഒട്ടുമിക്ക ബ്രൈഡ്സും എന്നോട് മാരേജിന് മുമ്പേ ചോദിക്കാറുള്ള ചോദ്യമാണ്, ചേച്ചി ഞങ്ങൾ പോയി ഹെയർ സ്ട്രെയിനിങ് ചെയ്യട്ടെ, ബോട്ടോക്സ് ചെയ്യട്ടെ, സ്മൂത്തനിങ് ചെയ്യട്ടെ എന്നൊക്കെ. സോ അവരോട് എല്ലാവരോടും ഞാൻ എന്താ പറയാറെന്ന് അറിയോ, നിങ്ങൾക്ക് ഹെയർ ട്രീറ്റ്മെന്റ്സ് ഇതുപോലെ ഹെയർ ബോട്ടോക്സ് ഒക്കെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആഫ്റ്റർ മാരേജ് പോയി ചെയ്യുക, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. പ്രത്യേകിച്ച് ചില ബ്രൈഡ്സ് വെഡിങ്ങിന് 2 days മുന്നേക്ക് ആയിരിക്കും ഹെയർ ട്രീറ്റ്മെന്റ്സ് പോയി ചെയ്യുക. ആ ട്രീറ്റഡ് ഹെയറിൽ നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാലോ ആ ഹെയറിൽ ഡാമേജ് കൂടുതലല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രൈഡ്സിനോട് പറയും, നിങ്ങൾക്ക് അങ്ങനെ ഹെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ആഫ്റ്റർ മാരേജ് പോയി ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ എന്ന്. ഇതേപോലെ ഹെയർ കളറിങ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പോയി ചെയ്തോളൂ കേട്ടോ. കാരണം നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ കളേർഡ് ഹെയർ ആണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കളേർഡ് ഹെയറിൽ ടെക്സ്ചേർഡ് ലൈൻസും കേൾസ് ഒക്കെ കൊടുക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഹെയർ കളറിങ് ചെയ്യാൻ താല്പര്യമുള്ള ബ്രൈഡ്സ് പോയി ചെയ്തോളൂ കേട്ടോ. ഹെയർ സ്റ്റൈലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. സോ ടു ഓൾ ദി അപ്കമിംഗ് ബ്രൈഡ്സ് ഔട്ട് ദെയർ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ യാ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ.